ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്വർണ്ണപ്പീടികയിലേക്ക് ചായപ്പൊടി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറീസിലാണ്, കോഴിക്കോടാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എങ്ങനെയാണ് ചായപ്പൊടി വാങ്ങേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം ചായപ്പൊടീൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് രാത്രി 10:30 വരെ ആണ് ഇതിൻ്റെ ടൈം കേട്ടോ. ഡെയിലി രാത്രി 10:30 നറുക്കെടുപ്പുള്ളത്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് നമ്മൾ അതിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ ഓഫ്ലൈനും ഉണ്ട്. ഇവിടെ വന്നാൽ ചായപ്പൊടി കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലായിരുന്നു, ഞാൻ പോയ അന്ന് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് സ്റ്റോക്ക് ഇല്ലേറ്റല്ല, സാധനം കുറച്ച് കുറവുണ്ടായിരിക്കും, അതായിരിക്കും കാരണം. ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ പൈസ അടച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമ്പം അവർ വരുമ്പോൾ അവർക്ക് സാധനം കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാതിരിക്കുകയായിരിക്കും. അതായത് നമ്മൾ കസ്റ്റമറോട് പൈസ വാങ്ങിയവർക്ക് സാധനം കൊടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പം മറ്റേത് നമ്മൾ പൈസ വാങ്ങുന്നില്ല, നമ്മൾ ഷോറൂമിൽ പോകുമ്പോൾ അവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പോരും, ആർക്കും ഒരു ബാധ്യത ഇല്ലല്ലോ. ഈ കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂർ എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണ് കേട്ടോ. ഓൺലൈനിൽ പൈസ വാങ്ങി പോക്കറ്റിലാക്കിയിട്ട് ആ കസ്റ്റമർക്ക് സാധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക നന്ദി അറിയിക്കണം. അപ്പോൾ ഇതാണ് ബോച്ചെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ബോച്ചെ ടീ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ ഉള്ള അഭിപ്രായം പറയുന്നതാണ്. അതുപോലെ ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ, ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും ബൾക്കായിട്ട് എടുക്കേണ്ടതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂരോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ചാരിറ്റി ആയിട്ടോ മറ്റു ഗ്രൂപ്പുകളായിട്ടോ ഒന്നും എനിക്കൊരു ബന്ധമില്ല. അതൊന്ന് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. ഓൾറെഡി നമ്മളിവിടെ വാങ്ങിയ, അതായത് നിങ്ങളെപ്പോലെ എങ്ങനെയാണ് ചായപ്പൊടി വാങ്ങുന്നത് അതുപോലെ ഞാൻ വാങ്ങിയ എൻ്റെ അനുഭവം മാത്രമാണ് ഞാനിവിടെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ അനുഭവം മോശമാണെങ്കിൽ ഞാൻ അതും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക്